ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ COPP എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. 7th സെമസ്റ്റർ ബിഫാമിൽ ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 4 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. So this is the learning objective of the session. After the session, you will able to understand, describe and write about the certificate of pharmaceutical products. So let's start with the definition of certificate of pharmaceutical product or simply COPP. So, as the name indicates, it's a certificate, okay, or it's a document which is issued by regulatory authority of the country of origin or region to the certify the pharmaceutical product quality and compliance with the regulatory requirement of particular jurisdiction. So, ഏത് കൺട്രിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഓഫ് ദിസ് COPP? എന്തിനാണ് COPP ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിക്വയർഡ് ഇഫ് ദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈസ് ഇന്റൻഡഡ് ടു എക്സ്പോർട്ട് ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓർ ദ മെഡിസിനൽ പ്രൊഡക്റ്റ് ടു അനദർ കൺട്രി. നമ്മൾ സാധാരണ എക്സ്പോർട്ട് ചെയ്യുക, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റി കൊടുത്തിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കൺട്രിയിലോട്ട് അത് മാർക്കറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എവിടെയാണോ ആ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നത് ആ മാനുഫാക്ചർ ചെയ്യുന്ന കൺട്രിയിലുള്ള ആ ഒറിജിൻ അല്ലെങ്കിൽ ആ റീജിയനുള്ള ജൂറിസ്ഡിക്ഷൻ എന്ന് അപ്രൂവൽ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ സ്കീം വിച്ച് ഈസ് ഡെവലപ്ഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ in response to request of WHO member state to facilitate the international trades in the pharmaceutical product between the state. WHO അംഗമായിട്ടുള്ള ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് WHO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ WHO സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് which will establish the status of the pharmaceutical product and of the applicants. രണ്ടുപേരെയും സർട്ടിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ബോത്ത് ദ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആൻഡ് ദ അപ്ലിക്കന്റ് who is responsible for this pharmaceutical product for an exportation of the product. So ഏത് കൺട്രിയാണ് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി ഏതാണോ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അവിടുത്തെ റെഗുലേറ്ററി അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് COPP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഹിസ്റ്ററി പറയുന്ന സമയത്ത് 1975 ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് റിവൈസ്ഡ് ഇൻ 88, 1992 ആൻഡ് ഫൈനലി 1997. ഇങ്ങനെ അത് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ വോളണ്ടറി അഗ്രിമെന്റ് to provide assurance to the country participating in the scheme about the quality of pharmaceutical product moving in international commerce. ഇപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റ് എയിം ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ പ്രൊഡക്റ്റ് WHO മെമ്പർ സ്റ്റേറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളെല്ലാം അതാത് ക്വാളിറ്റി ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ക്രൈറ്റീരിയ, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പേരിൽ തന്നെ ക്ലിയർ ആണ്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സോ ഇറ്റ് ഹാസ് ടു ബി ഇഷ്യൂഡ് ഫോർ ഈച്ച് സിംഗിൾ പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റ്, ഇപ്പൊ പാരസെറ്റമോൾ ഫോർ എക്സാമ്പിൾ, പാരസെറ്റമോൾ ആണ് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ ടാബ്ലറ്റിന് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. പാരസെറ്റമോൾ സസ്പെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേറെ COPP വേണം. അത് പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ ആയിട്ടാണ് അത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് COPP ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് COPP.
and this is issued by the authorized body of exporting country and which is intended to use by the competent authority within the importing country. ഇത് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പോർട്ടിംഗ് കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റി ആണെങ്കിലും ഇത് ആവശ്യം വരുന്നത് ഇമ്പോർട്ടിംഗ് കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലോട്ട് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കൺട്രിയിലാണോ അവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് ആ കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റിന്റെ ഒരു COPP ഇന്ത്യയിലുള്ള സി ഡി എസ്കോ അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഫർദർ ആയിട്ട് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഏത് ഡ്രഗിന്റെയും രജിസ്ട്രേഷൻ പ്രോസസ്സും ലൈസൻസിങ് പ്രോസസ്സിലോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് COPP. വാട്ട് ഈസ് ദ പർപ്പസ്? ഇതുവരെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് പോയിന്റ് ആയിട്ട് പറയാന്ന് മാത്രമേ ഉള്ളൂ. COPPയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിക്വയർഡ് by the importing country which who require the COPP for the pharmaceutical product and special type of certificate which will enable uh, a given pharmaceutical product to be registered and marketed in exporting country of interest and form part of the marketing authorization application. അപ്പോൾ ഏതാണോ എക്സ്പോർട്ടിംഗ് കൺട്രി ആ എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടുന്ന് ഇഷ്യൂ ചെയ്തിട്ട് ഇമ്പോർട്ടിംഗ് കൺട്രിയിലോട്ട് വേണ്ട സാധനങ്ങളാണ്. This certificate describes the characteristics of the medicinal product approved in the exporting country, including the information about the applicant of the certificate. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിസിനൽ പ്രൊഡക്റ്റിന്റെ അപ്രൂവ്ഡ് സ്റ്റാറ്റസും അതിന്റെ ഇപ്പോഴുള്ള റെഗുലേറ്ററി സ്റ്റാറ്റസും എല്ലാ കാര്യങ്ങളും അതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എലോങ് വിത്ത് ദ ആപ്ലിക്കൻ, ആരാണോ മാനുഫാക്ചറർ അവരുടെ ഡാറ്റയും കൂടി വെച്ചിട്ടാണ് ഇതുണ്ടാവും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ inspectorate establishing the status of pharmaceutical, biological, status of pharmaceutical, biological, radiopharmaceutical, and veterinary product listed and GMP status of the fabricator of the product. അപ്പോൾ ഇത് ഫാർമസി പ്രൊഡക്റ്റിന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഡ്രഗിന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല. COPP എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള വാക്സിൻ, സെറ പോലുള്ള സാധനങ്ങൾക്കാണെങ്കിലും റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസുകളായിട്ടുള്ള പല ഡയഗ്നോസ്റ്റിക് ടെക്നിക്സിന് വേണ്ട റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിനാണെങ്കിലും വെറ്റിനറി മെഡിസിൻസിനാണെങ്കിലും ഈ COPP നിർബന്ധമാണ് ഇൻ കേസ് ഓഫ് ഇന്റർനാഷണൽ കൊമേഴ്ഷ്യലൈസേഷൻ. ഓക്കെ, എക്സ്പോർട്ടിംഗ് കൺട്രിയിലെ റെഗുലേറ്ററി അതോറിറ്റി ഇഷ്യൂ ചെയ്ത് ഇമ്പോർട്ടിംഗ് കൺട്രിയിലെ റെഗുലേറ്ററി അതോറിറ്റി യൂസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് COPP എന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് COPP? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് നീഡഡ് ബൈ ദ ഇമ്പോർട്ടിംഗ് കൺട്രി. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടിംഗ് കൺട്രിയിൽ ആ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് അതിന്റെ കൊമേഴ്ഷ്യലൈസേഷനും ഡിസ്ട്രിബ്യൂഷനും വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദിസ് സർട്ടിഫിക്കേഷൻ ഹാസ് ബീൻ റെക്കമെൻഡഡ് ബൈ WHO ടു ഹെൽപ്പ് അണ്ടർസൈസ്ഡ് ഡ്രഗ് regulatory authority or drug regulatory authority without the proper quality assurance facility in the importing country to assess the quality. ഇപ്പോൾ പല സമയത്തും ഇന്റർനാഷണൽ കൊമേഴ്ഷ്യലൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിലും അവർക്ക് പല ഡ്രഗ്സുകളും ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് അവരുടെ രാജ്യത്ത് ആ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ആ സമയത്ത് ആ രാജ്യങ്ങൾക്ക് പലപ്പോഴും റെഗുലേറ്ററി അതോറിറ്റിക്ക് പ്രോപ്പർ ആയിട്ട് ക്വാളിറ്റി അഷുറൻസിന്റെ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല സെൻട്രൽ ലബോറട്ടറീസും ഉണ്ട് CDSCOക്ക് ഇതിനെ അനലൈസ് ചെയ്യാനും അതിനെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പല രാജ്യങ്ങൾക്കും ഇതുപോലത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനുള്ള ഫെസിലിറ്റിയോ ഒരു സെൻട്രൽ ലബോറട്ടറീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ രാജ്യങ്ങളിലോട്ടൊക്കെ ഒരു ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എവിടെയാണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ മാനുഫാക്ചർ ചെയ്യുന്ന എക്സ്പോർട്ടിംഗ് കൺട്രിയിലുള്ള റെഗുലേറ്ററി അതോറിറ്റീസിന്റെ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്ന സമയത്ത് അനലിറ്റിക്കൽ മെത്തേഡ്. പലപ്പോഴും പല ഡ്രഗും മാനുഫാക്ചർ ചെയ്തിട്ട് അത് ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി അഷുറൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഈ നാഷണൽ അതോറിറ്റി ആണ് അനലിറ്റിക്കൽ മെത്തേഡ്സുകളൊക്കെ കൺഫേം ചെയ്യുന്നത്. നാഷണൽ അതോറിറ്റി പറയുന്ന രീതിയിലുള്ള പ്രൊസീജിയറുകൾ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ അത് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ COPP, ഇമ്പോർട്ടൻസ് ഓഫ് COPP.
ഇനി എന്താണ് ഇതിനുള്ള പ്രൊസീജിയർ? ഒരു COPP നമുക്ക് ഒരാൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കേരളത്തിലാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ജൂറിസ്ഡിക്ഷനുള്ള CDSCOയുടെ സോണൽ അല്ലെങ്കിൽ സബ് സോണൽ ഓഫീസിലോട്ടാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്ലിക്കേഷൻ ഫോർ ഗ്രാന്റ് ഓഫ് WHO GMP സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ഷുഡ് ബി മെയ്ഡ് ടു ദ റെസ്പെക്റ്റീവ് സോണൽ ഓർ സബ് സോണൽ ഓഫീസ്. അത് ഡയറക്റ്റ് CDSCOയുടെ സെൻട്രൽ ഓഫീസിലോട്ടല്ല, എവിടെയാണോ അവരുടെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് ആ ജൂറിസ്ഡിക്ഷനിലുള്ള സബ് സോണൽ അല്ലെങ്കിൽ സോണൽ സബ് ഓഫീസിലോട്ടാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അങ്ങനെ COPP നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതാത് സോണൽ അല്ലെങ്കിൽ സബ് സോണൽ ഓഫീസ് ഓൺ ബിഹാഫ് ഓഫ് ഡ്രഗ് കൺട്രോളർ ജനറൽ ആഫ്റ്റർ ദ ഇൻസ്പെക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ടറി ക്ലിയറൻസ് ബൈ CDSCO ഓഫീസ് വിൽ ഇഷ്യൂ ദി സർട്ടിഫിക്കറ്റ് ആസ് പെർ ദ WHO GMP ഗൈഡ്ലൈൻസ്. അപ്പോൾ സബ് സോണൽ ഓഫീസിലോട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നു. സബ് സോണൽ ഓഫീസിലുള്ള CDSCO ഓഫീസേഴ്സ് അത് തന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നു. പ്രീ ആൻഡ് പോസ്റ്റ് ഇൻസ്പെക്ഷൻസുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഡ്രഗ് കൺട്രോളർ ജനറൽ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അവരുടെ ഓൺ ബിഹാഫിൽ സോണൽ അല്ലെങ്കിൽ സബ് സോണൽ ഓഫീസർ തന്നെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ. Now coming to the different types of COPP. ഈ COPP-ന്റെ ടൈപ്പ് പറയുന്ന സമയത്ത് അത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1975-ലാണ് ആദ്യമായിട്ട് COPP നമ്മളൊന്ന് ഫസ്റ്റത്തത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, WHO 1975 ടൈപ്പ് COPP എന്ന് പറയുന്നത്. സോ ഇത് എക്സ്പോർട്ടിംഗ് കൺട്രി ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Which will state that the authorized product has to be placed on the market for its use in the country and also the permit number and issue date. അപ്പോൾ അതിൽ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ നിർബന്ധമായിട്ടും ഏതാണ് ഓതറൈസ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ളതും ഏത് മാർക്കറ്റിലാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളതും അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അലോങ് വിത്ത് ദ പെർമിറ്റ് നമ്പർ ആൻഡ് ഇഷ്യൂ ഡേറ്റ്. ഡേറ്റ് അത് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. And in case of non-authorized product, which has to be placed in the market for its use in country, also added the reason why it is needed. ഏതെങ്കിലും രീതിയിൽ നോൺ ഓതറൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് നോൺ ഓതറൈസ് ചെയ്തെന്നുള്ള റീസണും കൂടി അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ആൾസോ ആസ് റെക്കമെൻഡഡ് ബൈ WHO, മാനുഫാക്ചറർ പ്രൊഡക്റ്റ് കൺഫോം ടു ദ GMP റിക്വയർമെന്റ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് നമ്മൾ ഒരു ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് GMP റിക്വയർമെന്റുകളൊക്കെ നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഡോക്യുമെന്റുകളൊക്കെ അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൺലി വിത്തിൻ ദ കൺട്രി ഓഫ് ഒറിജിൻ ഓഫ് പ്രൊഡക്റ്റ് ടു ബി സോൾഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ്, ടു ബി എക്സ്പോർട്ടഡ് ദ മാനുഫാക്ചറർ പ്ലാൻ വേർ ദ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് അറ്റ് എ സ്യൂട്ടബിൾ ഇന്റർവൽ സബ്ജക്ട് ഓഫ് ദ ഇൻസ്പെക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് 1975-ലുള്ള COPP എന്ന് പറയുന്നത്. അതിനുശേഷം 1988-ലുള്ള COPP ആണ് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പുതിയ വേർഷൻ ആണ്. അതിൽ കൂടുതലായിട്ട് പറയുന്നത് ഓൾ ലാബലിംഗ്, കോപ്പി ആൻഡ് പ്രൊഡക്റ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇൻ ദ കൺട്രി ഓഫ് ഒറിജിൻ ആഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. 1975-ൽ പറഞ്ഞിട്ടുള്ള COPP-ൽ കൂടുതലായിട്ട് ഈ ഒരു കാര്യം മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ദെൻ 1992-ലുള്ള ടൈപ്പ് ഓഫ് COPP എന്ന് പറയുന്ന സമയത്ത് അഗൈൻ കോമ്പറ്റീറ്റീവ് അതോറിറ്റി ഓഫ് ഇമ്പോർട്ടിംഗ് കൺട്രി ഇൻ 2 സിറ്റുവേഷൻ. ഇത് സാധാരണഗതിയിൽ ഈ താഴെ പറയുന്ന 2 കണ്ടീഷനിൽ മാത്രം ഇഷ്യൂ ചെയ്യുന്ന ടൈപ്പ് ഓഫ് COPP ആണ് 1992 COPP എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പോർട്ടേഷൻ അല്ലെങ്കിൽ സെയിൽ ലൈസൻസിന് ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് COPP ആണ് 1992 ടൈപ്പ് ഓഫ് COPP എന്ന് പറയുന്നത്. അതുപോലെ റിന്യൂ ഓർ എക്സ്റ്റെൻഡഡ് റിവ്യൂ ചേഞ്ചസ് അതിനും വേണ്ടി കൊടുക്കുന്ന ഒരു ടൈപ്പാണ് 1992 ടൈപ്പ് ഓഫ് COPP എന്ന് പറയുന്നത്. അപ്പൊ ഇതില് കൂടുതലായിട്ട് ഉള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വെദർ ദ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ഈസ് റിക്വയർഡ് ടു ബി പ്ലേസ്ഡ് ഓൺ ദ മാർക്കറ്റ് ഓർ നോട്ട്, അതിനുള്ള ഒരു റീസൺ കൊടുത്തിട്ടുണ്ടായിരിക്കണം ഈ സർട്ടിഫിക്കറ്റിൽ. ആൻഡ് ആൾസോ ഇഫ് സാറ്റിസ്ഫൈഡ് ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ ദ അപ്ലിക്കന്റ് that the certifying authority of manufacturer of the product undertaken by another party, inspection has been carried out in the manufacturer of the product. If the certificate is provisional or permanent, is the dosage form, package or label of the finished dosage form manufactured by independent company or by the applicant
അപ്പൊ പലപ്പോഴും പല സമയത്തും നമ്മൾ ഈ ലോവർ ലൈസൻസിലൊക്കെ ആയിരിക്കും പല പ്രൊഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണോ, അതല്ലെങ്കിൽ ഒരു അപ്ലിക്കന്റ് വേറെ ആരെങ്കിലും പേരിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേരുള്ള ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി യൂസ് ചെയ്തിട്ടുള്ള അപ്ലിക്കന്റിന്റെ പേരിലുള്ളതാണോ, ആൻഡ് സേ ദ നെയിം ഓഫ് ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഇത്രയും കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് COPP-യിലുള്ള കണ്ടന്റ്, എന്തൊക്കെയായിരിക്കും ഈ ഒരു COPP-യിലുള്ള കണ്ടന്റ് എന്നുള്ളത്. അപ്പോൾ രണ്ട് പാർട്ടുകളായിട്ടാണ് ഇതിന്റെ കണ്ടന്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ, എവിഡൻസ് ഓഫ് ക്വാളിറ്റി, സേഫ്റ്റി ആൻഡ് എഫിക്കസി റിവ്യൂ. നമ്മൾ NDA അപ്രൂവലിന്റെ സമയത്ത് ഈ ക്വാളിറ്റി, സേഫ്റ്റി, എഫിക്കസി റിവ്യൂ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ റിവ്യൂവിന്റെ എവിഡൻസുകൾ നമ്മൾ കൊടുക്കണം. ആൻഡ് എവിഡൻസ് ഓഫ് കംപ്ലൈൻസ് വിത്ത് GMP. ഓക്കെ, GMP കംപ്ലൈന്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ഡാറ്റയും കൊടുത്തിട്ടുണ്ടായിരിക്കും. Now these are the different content to be added to the COPP, which is the importing country. ഏത് കൺട്രിയിലോട്ടാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഏത് കൺട്രിയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് വിച്ച് ഈസ് ദ എക്സ്പോർട്ടിംഗ് കൺട്രി, ഏത് കൺട്രിയിൽ വെച്ചിട്ടാണ് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, ആൻഡ് നെയിം, ഫോം ഓഫ് ഡോസേജ് ഫോം ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ഇറ്റ് മീൻസ് API പെർ യൂണിറ്റ് ഡോസ്. അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്താണ് പ്രൊഡക്റ്റിന്റെ നെയിം, അത് ടാബ്ലറ്റ് ആണോ ക്യാപ്സ്യൂൾ ആണോ എന്താണ് എന്നുള്ളത്. രജിസ്ട്രേഷൻ ഇൻഫർമേഷൻ, ലൈസൻസ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് സ്റ്റാറ്റസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ ദ എക്സ്പോർട്ടിംഗ് കൺട്രി. പലപ്പോഴും പല സാധനങ്ങളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാതെ പല കൺട്രിയിലോട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ COPP ഇഷ്യൂ ചെയ്യുന്ന റെഗുലേറ്ററി അതോറിറ്റി ആ പ്രൊഡക്റ്റിന്റെ ആ കൺട്രിയിലുള്ള മാർക്കറ്റിംഗ് സ്റ്റാറ്റസ് എന്താണ് എന്ന് അതിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ലൈസൻസ് നമ്പർ ഓഫ് ദ പ്രൊഡക്റ്റ് കണ്ടെയ്നിങ് ദ license holder name, involvement of license holder name in the manufacturing, with the date of issue. ഇത്രയും കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Summary of technical basis on which the product has been licensed, currently marketed product information, detail about the product applicants. If lacking, is there any exporting country needed to mention information about the reason. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഒരു COPP എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട കണ്ടന്റുകൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജനറൽ റിക്വയർമെന്റ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഫോർവേഡിംഗ് ലെറ്റർ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ഡ്രഗ് കൺട്രോളർ ജനറൽക്ക് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളുടെ പേരിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള CGS കൂടെ സബ് സോണൽ or സോണൽ ഓഫീസിലോട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. വിത്ത് എ കവറിംഗ് ലെറ്റർ ആൻഡ് പ്രൊഡക്റ്റ് സമ്മറി ടു ദ ഡ്രഗ് കൺട്രോളർ ജനറൽ. അത് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഫ്രഷ് സർട്ടിഫിക്കേഷൻ ആണോ അല്ലെങ്കിൽ റീ ഇഷ്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് അപ്ലൈഡ് ആണോ, ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് COPPക്ക് അപ്ലൈ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഓൾറെഡി COPP കിട്ടിയ ഒരു സാധനത്തിന് വീണ്ടും അപ്ലൈ ചെയ്യുന്നതാണോ എന്നുള്ളത് കൊടുത്തിരിക്കണം. അപ്ലിക്കേഷൻ, ഈ ഒരു അപ്ലിക്കേഷൻ CDSCO ഓഫീസേഴ്സ് നിർബന്ധമായിട്ടും റിവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് എല്ലാ രീതിയിലും അതിന്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെം ബേസിസിലാണ്. ആദ്യം ആരാണോ അപ്ലിക്കേഷൻ കൊടുത്തത് അവർക്കായിരിക്കും ആദ്യം COPP ഇഷ്യൂ കൊടുക്കുന്നുണ്ടാവുക. Then forwarding letter shall be accompanied with the list of product applied for the grant of COPP along with the product permission copy. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. Then list of master files like master validation plan, quality manuals, specification, master formula record, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. മാനുഫാക്ചറർ ലേഔട്ട്, ലിസ്റ്റ് ഓഫ് പേഴ്സണൽസ് വിത്ത് ഡെസിഗ്നേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, യൂട്ടിലിറ്റി, ഇതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്ലിക്കേഷൻസിൽ, കൊടുക്കുന്ന അപ്ലിക്കേഷൻസിൽ. ഫോർ ദ കൺസിഡറേഷൻ ഓഫ് GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിന് വേണ്ട എല്ലാ രീതിയിലുള്ള എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റ്സുകളും യൂട്ടിലിറ്റി ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ അപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലിസ്റ്റ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്പ്യൂരിറ്റി ആൻഡ് സഫറൻസ്, സ്റ്റാൻഡേർഡ് ഓഫ് ദ കൾച്ചർ അവൈലബിൾ വിത്തിൻ ദ ഫോം. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്പ്യൂരിറ്റീസുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഐസൊലേറ്റ് ചെയ്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരിക്കണം. Then certificate of pharmaceutical will be assured under the WHO GMP based guideline laid down by the health agency and also claimed. Okay. അപ്പോൾ ഈ പറയുന്ന ഡാറ്റ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ they will accept application accept ചെയ്യും. And these are the different documents which is required for the
applying for granting or revalidation of COPP, application from the manufacturer. അപ്ലിക്കേഷൻ ഫോം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അപ്ലിക്കേഷൻ ഫോമിൽ വേണ്ടത് എന്നൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു. അപ്ലിക്കേഷൻ ഫോം വേണം, സൈറ്റ് മാസ്റ്റർ ഫയൽ ഉണ്ടായിരിക്കണം, കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ലൈസൻസ് അതിനുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം, ലിസ്റ്റ് ഓഫ് അപ്രൂവൽ പ്രൊഡക്റ്റ്, then list of product applied for issuance of the COPP, list of SOP and standard testing procedure, then stability data, 3 batches in the accelerated stability data in the documents ഉണ്ടായിരിക്കണം, list of equipment and instrument used, list of technical staff and their qualification and experience and approval status, manufacturing layout plan, process validation for 3 batches of each product, schematic diagram of the water system specifying circulation loop and material of construction, then scheme diagram of HVAC, heat ventilation air conditioning system, അതിന്റെ schematic diagram കൊടുക്കണം. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസുമായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഡാറ്റ ഫോർ ലാസ്റ്റ് 2 years ഇൻ കേസ് ഓഫ് റീവാലിഡേഷൻ. റീവാലിഡേഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 yearന്റെ എക്സ്പോർട്ട് ഡാറ്റ കൊടുക്കണം. ദെൻ പ്രൊഡക്റ്റ് മണി ഷീറ്റ്. ഇത്രയും ഡാറ്റാസുകളാണ് നമ്മൾ COPP ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയും. So that's all about the COPP, Certificate of Pharmaceutical Product. അപ്പോൾ പലപ്പോഴും പല സമയത്തും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5 മാർക്കുകളുള്ള രീതിയിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനത്തിനെ കാണണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യണം. So that's all about the COPP. Thank you.